ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് റംദാൻ സ്പെഷ്യൽ പൂവടയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് നമ്മൾ നൈസ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്, ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം, നെയ്യ് വേണം, പിന്നെ കുറച്ച് ഉപ്പും വേണം. ഏലക്കായൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായും ചെറിയ ജീരകം കൂടിയും പഞ്ചസാരയും കൂട്ടി പൊടിച്ചിട്ട് ഇടാം. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് പൊടിയൊന്ന് വാട്ടിയെടുക്കണം. എനിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, അതേപോലെ കുറച്ച് നെയ്യും. റംദാന് സ്പെഷ്യലായിട്ടുള്ളൊരു വിഭവമാണ് പൂവട. അപ്പോൾ എല്ലാവരും റംദാൻ നോമ്പ് സമയത്ത് വീട്ടിലുണ്ടാക്കുന്ന ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പൊടിയുടെ എല്ലാ ഭാഗത്തും വെള്ളം ആവുന്ന തരത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ പൊടി നമുക്കൊന്ന് കുഴച്ചെടുക്കണം. ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ചൂടുണ്ട്. നമുക്ക് അടുത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് കയ്യടയ്ക്കൊന്ന് അതിൽ മുക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചാലേ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുള്ളൂ.
നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇതിന് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഒരു ബൂരിക്കൊക്കെ നമ്മൾ എടുക്കണ അതേ ഒരു സൈസ് ഉരുള. എല്ലാം ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാതും ഇതേപോലെ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് ഇതേപോലെ പ്രസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ആദ്യം ഇത്തിരി ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മോൾഡിൽ വെച്ചിട്ടാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേപോലെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും, ഈ പൂവിൻ്റെ ഷേപ്പായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടി ഉള്ള കൂട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ മടക്കിയിട്ട് 4 പുറമുള്ളത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ലാസ്റ്റ് നമുക്കതിനെ ബാക്കി വരുന്നത് മുഴുവൻ ഉരുളാക്കിയിട്ട് ഉണ്ടാക്കാം. ഈ മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ ഉണ്ടാക്കാം, മോൾഡ് ഇല്ലാതെ ഉണ്ടാക്കാം. അതും കാണിക്കാം. ഇതേപോലെ ഓരോന്നും നമുക്ക് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. നാല് പുറമുള്ളത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി മോൾഡിൽ അല്ലാണ്ട് മോൾഡ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കാം. ഇതേപോലെ ഇടുക. ഈ അറ്റം ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ആദ്യം രണ്ടറ്റം ഇങ്ങനെ കൂട്ടി മുട്ടുന്ന ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ മടക്കി വയ്ക്കാം. ഒരു ഡിസൈന് പോലെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കാം. ഇതേപോലെ തന്നെ വീണ്ടും ഒട്ടിക്കാം. രണ്ടറ്റം ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം.
ഇങ്ങനത്തെ ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു ഡിസൈൻ വരും. അതൊക്കെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് വേവിക്കാം. ഞാൻ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്, അതിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് വെച്ചിട്ട് ആവി. അപ്പം നമ്മുടെ റംദാൻ സ്പെഷ്യൽ പൂവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.